പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ആവേശത്തിലാണ്. എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് പ്രധാനമന്ത്രിക്ക് നമ്മുടെ കേരളത്തോടുള്ള ഒരു മമത, സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. കാരണം കഴിഞ്ഞ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ BJP ഭരിക്കും, അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് കിട്ടിയിട്ടുള്ളതുപോലെയുള്ള വികസനം മറ്റു ചരിത്രത്തിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി വരുമ്പോൾ ജനങ്ങളൊക്കെ ഇത്രയേറെ ആവേശത്തോടെയും ആദരവോടുകൂടിയും സ്നേഹിക്കുന്നത്. നേരത്തെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടൊരു കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതെൻ്റെ വീട് പോലെ കരുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. BJP കൂടുതൽ MPമാരില്ല എന്ന കാരണം കൊണ്ട് കേരളത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ ചിറ്റമ്മ നയമോ ഒന്നും BJP കാണിച്ചിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളെയും പരിഗണിക്കുന്നത് പോലെ തന്നെ BJP കേരളത്തെയും പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ തവണയും നരേന്ദ്രമോദി വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ വർഷങ്ങളോളം മുടങ്ങിക്കിടന്ന, പതിറ്റാണ്ടുകളോളം മുടങ്ങിക്കിടന്ന പദ്ധതികൾക്കൊക്കെ ജീവൻ വെച്ചത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ്. അതിന് അദ്ദേഹം കേരളത്തോട് കാണിക്കുന്ന ഒരു വലിയ സ്നേഹത്തിന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഭരണകാലം എന്നുള്ളത് സുവർണ്ണ കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് തീർച്ചയായും ജനങ്ങൾ തിരിച്ച് അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വോട്ടിൻ്റെ രൂപത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര പദ്ധതികളെല്ലാം കേരളത്തിൻ്റെ പേരിലാക്കിയിട്ട് ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ ഒരു അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? കാരണം ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉദാഹരണം പറയാം, ആലപ്പുഴയിലും കൊല്ലത്തും ഉണ്ടായിരുന്ന 2 ബൈപ്പാസുകൾ. ആ ബൈപ്പാസിന് തറക്കല്ലിട്ട് 42 വർഷം കഴിഞ്ഞിരുന്നു. അപ്പോൾ 42 വർഷമൊക്കെ ഒരു പദ്ധതി മുടങ്ങിക്കിടക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് വലിയ സാധാരണമായ സംഭവമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോഴാണ് അത് പൂർത്തിയാക്കിയത്. നമുക്കറിയാം, കേരളത്തിൽ UPയുടെ ഭരണകാലത്ത് 7 മന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ ആലപ്പുഴയിൽ തന്നെ 4 മന്ത്രിമാരുണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, ആൻ്റണി, വയലാർ രവി, ശശി തരൂർ ഉണ്ടായിരുന്നു, അഹമ്മദ് ഉണ്ടായിരുന്നു, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, 7 മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അവരാരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നരേന്ദ്രമോദി വന്നപ്പോഴാണ് നടന്നത്. ഇപ്പോൾ ഹൈവേ വികസനം ഇവരെല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഹൈവേ വികസനം നടക്കാതിരുന്നത്? ഹൈവേ വികസനം നടക്കാതിരുന്നത് CPMൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് രാജ്യം ഭരിച്ചില്ലേ, എന്നിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ട്, പിന്നെ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും നടപ്പാക്കുക സംസ്ഥാന സർക്കാർ മുഖാന്തരമാണ്. അപ്പോൾ അവർ മുഖാന്തരം നടപ്പാകുന്നുണ്ട്, അവരവരുടെ പേര് മാറ്റി ഉപയോഗിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് അവരുടെ രാഷ്ട്രീയം, അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ നമുക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. ഇതെല്ലാവരും വിരൽത്തുമ്പിൽ അവരുടെ വിവരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും.